ആർത്താറ്റ് മാർത്തോമ കേന്ദ്രത്തിൽ പുതുഞായർ തിരുനാൾ കൊണ്ടാടുകയായിരുന്നു. ഇപ്പോൾ 5, 6, 7 തീയതികളിലായിട്ട് മുതിർന്ന കാർന്നോമാരെന്ന് പറയുന്നവർ പറയണത് മലയാറ്റൂർ കഴിഞ്ഞാൽ മാർത്തോമ ശ്ലീഹായുടെ തീർത്ഥകേന്ദ്രം പിന്നെ ആർത്താറ്റാണെന്നാണ്. അവരവരുടെ ചെറുപ്പകാലത്തെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പറയുന്നു. പാലയൂരിൽ നിന്ന് ഇങ്ങോട്ട് മല കയറി വരിക, അതൊരു 3 പ്രാവശ്യം ആർത്താറ്റ് മല കയറി കഴിഞ്ഞാൽ 1 പ്രാവശ്യം മലയാറ്റൂർ മല കയറിയതിന് സമാനം എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. പക്ഷെ അത് ആചാരങ്ങളെക്കാളും കൂടുതലായി തിരുനാൾ ദിവസം കുർബാനയ്ക്ക് ഇവിടെ വന്ന് പങ്കുകൊള്ളണം, ഇവിടുത്തെ ഊട്ടിൽ പങ്കുചേരണം എന്നുള്ള വലിയൊരു താല്പര്യം വിശ്വാസം ഇവിടെയുള്ള ജനങ്ങളിൽ കണ്ടു. അത് ആർത്താറ്റ് ഇടവകക്കാരെന്നതിനേക്കാൾ ഉപരി ചുറ്റുമുള്ള, അതായത് ആർത്താറ്റ് ഇടവകയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള മറ്റിടവകക്കാരും കൂടിയും ഇവിടെ വരുമെന്നതും വിശേഷം പറയുന്നതും കാണാൻ സാധിച്ചു. അതൊത്തിരി വിശ്വാസം നമ്മൾ ജനിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്കും തോന്നി. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ വളരെ സന്തോഷം തോന്നി. ഏറ്റവും നന്നായി തന്നെ തിരുനാൾ ആചരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇന്നലെ കൂട് തുറക്കലും പ്രസിദ്ധി വാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ കുർബാനകൾ, തിരുനാൾ കുർബാനയ്ക്ക് ശേഷം പെരുന്നാൾ പ്രദക്ഷിണം, അതിനുശേഷം യൂണിറ്റുകളിൽ അമ്പെഴുന്നള്ളിപ്പ്, വൈകിട്ട് 9:00 അമ്പ് സമാപനം. ഇപ്പോൾ വെടിക്കെട്ടടക്കം കഴിഞ്ഞ് ഇന്ന് ഞായറാഴ്ചത്തെ എല്ലാ തിരുക്കർമ്മങ്ങളും കഴിഞ്ഞു. ഇനി നാളെ രാവിലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന സെമിത്തേരിയിൽ പൊതു ഓഫീസ്. അതിനുശേഷം വൈകിട്ടൊരു ഗാനമേളയുണ്ട്. 14-ാം തീയതിയാണ് 8ാം മഠം. ഇത്രയോടുകൂടി തിരുനാളിനൊരു പരിസമാപ്തിയാവും. പക്ഷേ ആർത്താറ്റ് മാർത്തോമ കേന്ദ്രം എന്നുള്ളത് ഒരു വിശ്വാസമാണെന്നും ആ വിശ്വാസത്തിന് അടിയുറച്ച് ജീവിക്കുന്ന ഒത്തിരി ജനത ഇവിടെ ഉണ്ടെന്നും ഈ തിരുനാൾ എനിക്ക് മനസ്സിലാക്കിയതാണ്. അതിലൊത്തിരി സന്തോഷം. ആ വിശ്വാസം ഇനിയും കാത്തു സൂക്ഷിക്കാനും പ്രചരിപ്പിക്കാനും എന്നാൽ കഴിയുന്ന വിധം ഞാൻ ശ്രമിക്കുന്നതാണ്.